ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, കറണ്ട് സിറ്റുവേഷൻ, അവർ ഏത് സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, അതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ടോപ്പിക്കാണ് നോക്കുന്നത് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി, കറണ്ട് സിറ്റുവേഷൻ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ്, എയ്റ്റ് ഓഫ് വാൻസ്, ഫോർ ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്. വേറൊരു ഡെക്കിൽ നിന്ന് കുറച്ചുകൂടി കാർഡ്സ് എടുക്കട്ടെ. കിങ് ഓഫ് സോർഡ്സ്, ടെൻ ഓഫ് സോർഡ്സ്, ടവർ, ഡെത്ത്, ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ് കേട്ടോ. കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ ഒരുപാട് അവർക്ക് തോന്നുന്നു. പക്ഷേ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാതെ അവരെല്ലാം അവരുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് തോന്നുന്ന സ്നേഹം അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ ഈ ഒരു സമയം ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതായത് ഒരാൾ പോലും സപ്പോർട്ടിന് കൂടെ ഇല്ലാതെ, അല്ലെങ്കിൽ അതൊന്നും വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. മേ ബി നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കാം. ഈ ഒരു റിലേഷൻ വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളും സ്വന്തം കാര്യം നോക്കി സ്വന്തമായി നിൽക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം അങ്ങനെയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം സ്മൂത്തായിട്ട് പോകാത്തത് കൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ നടുവിൽ ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഈ ഒരു സമയം ഉണ്ടാവുകയില്ല. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഒരു ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ വളരെയധികം നിങ്ങളോട് സ്നേഹം തോന്നുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് പുറത്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ മേ ബി അവർ ഇപ്പോൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളും ഒരു സ്പിരിച്വൽ പാത്തിലൂടെയാണ് ഈ ഒരു സമയം കടന്നു പോകുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ആ ഒരു സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിലേക്ക് പോയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനുള്ള ഓട്ടത്തിലായിരിക്കാം നിങ്ങൾ. അതായത് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ തന്നെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സ്റ്റേബിളായി നിൽക്കുന്നുണ്ടാവില്ല. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പും സ്റ്റക്കായി തുടരുന്നുണ്ടാകാം. അപ്പം എന്തായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് സ്വന്തമായ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ക്രൂവലായി പെരുമാറേണ്ടി വരുന്നു. അതായത് ലൈഫിൽ അവർക്കൊരു സ്റ്റെബിലിറ്റി വേണം, അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണം അല്ലെങ്കിൽ സാധിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് റഫായി സംസാരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു. ഇവിടെ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചേസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അവരെ ടോർച്ചറും ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതായത് അവരുടെ അടുത്ത് വളരെയധികം താഴ്മയോട് സംസാരിച്ച് ചെല്ലുക, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ലെന്ന് പറയുക. ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടായിരിക്കും, അല്ലെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അത്രത്തോളം ഫോഴ്സ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അവർക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതുപോലെ അവർക്ക് വളരെയധികം സ്ട്രെസ്സ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് റഫായി സംസാരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുമായിട്ട് പെട്ടെന്ന് കാണാൻ പറ്റാത്ത ബന്ധമായിരിക്കാം നിങ്ങൾ തമ്മിലുള്ളത്. അതായത് ഇതൊരു ഓൺലൈൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഒരു പ്രണയമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു വ്യക്തി നിങ്ങളോട് റഫായി സംസാരിക്കേണ്ടി വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ എപ്പോഴും അവരുടെ പുറകിന് പോയി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാകാം. സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ അവരോട് നിങ്ങൾ പെരുമാറുന്നുണ്ടാകാം. മേ ബി അവർ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളോടൊന്ന് ഓപ്പണായി സംസാരിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിസ്റ്റർബിങ് നിങ്ങൾ അറിഞ്ഞതുകൊണ്ടല്ല, കാരണം നിങ്ങൾ സ്നേഹത്തിൻ്റെ പേരിലായിരിക്കാം അവരുടെ പുറകിന് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കതൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടാണ് തോന്നുന്നത്. എന്തൊക്കെയാണെങ്കിലും അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ കാണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പോലും അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോസിറ്റീവായിട്ട് മൂവ് ചെയ്യിക്കണം എന്നൊക്കെയുള്ളതാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അടുത്ത സമയത്ത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകാം, അതുപോലെ ബ്ലോക്ക് ആക്കിയവർ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇതുവരെയും കോണ്ടാക്ട് കിട്ടാത്തവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇവിടെ കാണുന്നുണ്ട്. അതാണ് 8 ഓഫ് വാൻഡ്സ് പറയുന്നത്. ഇപ്പോൾ അവർ ലൈഫിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ലൈഫിൽ സ്റ്റെബിലിറ്റി വേണം, അതുപോലെ തന്നെ മറുവശത്ത് അവർക്ക് നിങ്ങളെയും വേണം. പക്ഷേ അവർക്ക് പൂർണ്ണമായും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. അവർ ഏറ്റവും കൂടുതൽ എഫേർട്സ് ഇടുന്നതും ഹാർഡ് വർക്ക് ചെയ്യുന്നതും അവരുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കൊരു സഡനായിട്ടുള്ള ചേഞ്ച് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതാണ് ടവർ കാർഡ് സൂചിപ്പിക്കുന്നത്. പെട്ടെന്നായിരിക്കാം സഡനായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നത്. അതായത് നിങ്ങളെ മാറ്റി നിർത്തുന്ന എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻ എല്ലാം തന്നെ അവർ എൻഡ് ചെയ്യിപ്പിക്കും എന്നുള്ള ആ ഒരു സൂചനയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പം ആ ഒരു ചേഞ്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഗുഡ് ന്യൂസ് കിട്ടാനായിട്ട് പോകുന്നത്. മേ ബി ഇത് ചിലപ്പോൾ ചിലവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യാത്തവരും ഉണ്ടായിരിക്കാം. എന്തായാലും ഉടനെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതിനുശേഷമായിരിക്കാം അവർ നിങ്ങളോട് അടക്കി വെച്ച എല്ലാ സ്നേഹവും നിങ്ങളോട് പ്രകടിപ്പിക്കാനായിട്ട് പോകുന്നത്.
അതുപോലെ ഇവിടെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. അപ്പം അത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന സിറ്റുവേഷൻ എല്ലാം എൻഡ് ആകുന്നതാണ് എന്നുള്ളതാണ്. ഡെത്ത് കാർഡ് പറയുന്നത് റീബർത്തിനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന സിറ്റുവേഷൻ എല്ലാം എൻഡായി ഒരു റീയൂണിയൻ സംഭവിക്കുന്നതുമാണ് ഈ ഒരു വ്യക്തിയുമായിട്ട്. അതാണ് ഈ ഒരു സ്പ്രെഡിൽ എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജും കൂടെ നോക്കാം. ദി ഫൂൾ, 10 of cups, Nine of swords, Ten of swords, King of swords. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആണ്. 4 of cups, King of cups, Magician, Judgment, 6 of swords. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് നോക്കാം. എനിക്ക് നീയുമായി ഒരു പുതിയ തുടക്കം വേണം. ഞാൻ നീയുമായി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം സ്വപ്നം കാണുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരുപാട് ആശങ്കയുണ്ട്. ഞാൻ ഒരുപാട് വേദനയിലൂടെ കടന്നുപോയി. ഞാൻ വ്യക്തമായി ചിന്തിച്ചു, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചു ഞാൻ ശക്തനാകാൻ പഠിക്കുന്നു. എൻ്റെ ആത്മാവ് എന്നോട് പറയുന്നത് ഭൂതകാലത്തെ ഉപേക്ഷിക്കുവാനും എന്നെ തന്നെ വിശ്വസിക്കുവാനും പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനുമാണ്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആണ് നോക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായി ഇപ്പോൾ ഒരു അകലം പാലിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാത്ത ഒരവസ്ഥ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. ഈ സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യുക. ഈ ബന്ധത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നേടുക. നിങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, ഉദ്ദേശങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുക. നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമെടുക്കുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സമയവുമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ സമാധാനം വീണ്ടെടുക്കുക. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുക. ബെറ്റർ ഫ്യൂച്ചറിനായി നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗൈഡൻസ്.